വിശദമായി നോക്കാം. കൊച്ചി തീരത്ത് മുങ്ങിയ ചരക്ക് കപ്പലിലെ കണ്ടെയ്നറുകൾ വിവിധ ഇടങ്ങളിൽ അടിയുകയാണ്. കൊല്ലം തീരത്ത് ഇതുവരെ 13 കണ്ടെയ്നറുകൾ കരയ്ക്കടിഞ്ഞു. 12 എണ്ണം തീരത്തോട് ചേർന്ന് കടലിൽ ഒഴുകി നടക്കുന്നുണ്ട്. കരുനാഗപ്പള്ളി, ആലപ്പാട്, നീണ്ടകര, ശക്തികുളങ്ങര മേഖലയിലാണ് കണ്ടെയ്നറുകൾ എത്തിയത്. ഒഴിഞ്ഞ കണ്ടെയ്നറാണ് തീരത്ത് അടിഞ്ഞത്. പിന്നാലെ ആലപ്പുഴ കൊല്ലം അതിർത്തിയായ വലിയഴീക്കലും കണ്ടെയ്നർ കണ്ടെത്തി. കണ്ടെയ്നറിനുള്ളിൽ നിന്ന് ഓറഞ്ച് നിറത്തിലെ ബോക്സുകളും കരയ്ക്കടിഞ്ഞു. ആലപ്പുഴ, എറണാകുളം, തിരുവനന്തപുരം തീരത്ത് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അതേസമയം കൊച്ചി തീരത്തിന് സമീപം മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്ന് എണ്ണപ്പാട പടരുന്നത് ചെറുക്കാനുള്ള കോസ്റ്റ് ഗാർഡിന്റെ ശ്രമം തുടരുകയാണ്. പൊല്യൂഷൻ റെസ്പോൺസ് കോൺഫിഗറേഷൻ സംവിധാനമുള്ള കോസ്റ്റ് ഗാർഡ് കപ്പൽ ICGS സക്ഷമാണ് എണ്ണപ്പാട പടരുന്ന സാഹചര്യം നിയന്ത്രിക്കാനായി ഉപയോഗിക്കുന്നത്. 640 കണ്ടെയ്നറുകളിൽ 13 എണ്ണത്തിൽ ഹാനികരമായ വസ്തുക്കളും 12 എണ്ണത്തിൽ കാൽസ്യം കാർബൈഡും ഉണ്ട്. വിനീഷ്, ശരണ്യ സ്നേഹജൻ, ഡാനി പോൾ എന്നിവർ ചേരും നമുക്കൊപ്പം വിവരങ്ങളുമായി. ആദ്യം കൊല്ലത്തേക്കാണ് പോകുന്നത്. വിനീഷ് ഉണ്ട്. വിനീഷ്, 13 കണ്ടെയ്നറുകളാണ് ഇപ്പോൾ കൊല്ലത്തെ വിവിധ തീരങ്ങളിലായി അടിഞ്ഞിട്ടുള്ളത്. അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ഏത് തരത്തിലാണ്? വിദഗ്ധ സംഘം അടക്കം സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ? തീർച്ചയായും കരുനാഗപ്പള്ളി ചിറയഴീക്കൽ തീരത്താണ് കണ്ടെയ്നർ രാത്രിയിൽ ആദ്യം കണ്ടത്. ഇന്ന് പുലർച്ചെ ചവറ ആൽത്തറോഡ് ഭാഗത്തും നീണ്ടകരയിലുമായിട്ട് കണ്ടെയ്നറുകൾ അടിയുകയായിരുന്നു. അങ്ങനെ ഏകദേശം 13 എണ്ണമാണ് ഇപ്പോൾ അടിഞ്ഞിരിക്കുന്നത്. ആലപ്പാട്, ചിറയഴീക്കൽ, നീണ്ടകര, പരിമണം തീരത്താണ് മൂന്നാമത്തോപ്പിലും കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുണ്ട്. അറബിക്കടൽ വിനീഷാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. കൊല്ലത്ത് 13 കണ്ടെയ്നറുകളാണ് ഇപ്പോൾ വിവിധ തീരങ്ങളിലായി അടിഞ്ഞിട്ടുള്ളത്. 12 എണ്ണം കടലിന്റെ തീരത്തിന് സമീപത്തായി കടലിൽ ഒഴുകി നടക്കുകയാണ്. ഈ കണ്ടെയ്നറുകളിൽ നിന്ന് ഇത്തരത്തിൽ ഓറഞ്ച് നിറത്തിലുള്ള ബോക്സുകൾ പുറത്തേക്ക് വന്ന സാഹചര്യം കൂടിയുണ്ട്. ശരണ്യ സ്നേഹജൻ ആലപ്പുഴയിൽ നിന്ന് ചേരുകയാണ്. ശരണ്യ, ആദ്യം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരുന്ന മുന്നറിയിപ്പ് കൊല്ലം ആലപ്പുഴ തീരത്തേക്ക് ഈ കണ്ടെയ്നറുകൾ എത്തും എന്നുള്ളതായിരുന്നു. ഇപ്പോൾ കൊല്ലം തീരത്ത് 13 എണ്ണം എത്തിയിട്ടുണ്ട്. ആലപ്പുഴയുടെയും കൊല്ലത്തിന്റെയും അതിർത്തി പ്രദേശമായ വലിയഴീക്കലിലും കണ്ടെയ്നർ കണ്ട സാഹചര്യം എന്താണ്? ആലപ്പുഴ തീരങ്ങളിൽ നൽകിയിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം, അവിടെ നടക്കുന്ന പ്രവൃത്തികൾ, മുന്നൊരുക്കങ്ങൾ അതൊക്കെ ഏത് തരത്തിലാണ്? ആലപ്പുഴയുടെ വലിയഴീക്കൽ തീരത്താണ് ഇപ്പോൾ ഒരു കണ്ടെയ്നർ അടിഞ്ഞിട്ടുള്ളത്. ആറാട്ടുപുഴ തീരത്തോട് ചേർന്നാണ് ഈ കണ്ടെയ്നർ കല്ലിൽ ഇടിച്ചു നിൽക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. തറയിൽക്കടവ് ഭാഗത്തായാണ് പുലർച്ചെ ആദ്യം നാട്ടുകാർ കണ്ടെയ്നർ കണ്ടത്. പിന്നീട് അത് കടലിൽ ഒഴുകി നടക്കുന്ന രീതിയിലായിരുന്നു. പിന്നീട് അത് കടവ് ഭാഗത്തായി അവിടെ നിന്ന് നീങ്ങി ആറാട്ടുപുഴ തീരത്ത് അടിയുകയായിരുന്നു. ഈ കണ്ടെയ്നറുകളെല്ലാം തന്നെ പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ്. 2 കണ്ടെയ്നറുകൾ ഒരുമിച്ച് യോജിപ്പിച്ച രീതിയിലായിരുന്നു കണ്ടത്. ഈ കൊട്ടിച്ചേർത്ത നിലയിലുള്ള കണ്ടെയ്നറുകൾ അവിടെയുള്ള ഈ കടലിന്റെ ഭിത്തിയിൽ ഇടിച്ച് തന്നെ തകർന്നിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഓറഞ്ച് കളറിലെ ഒരു തുണി കൊണ്ടുപോലെ പൊതിഞ്ഞ ബോക്സുകളാണ് അതിനകത്ത് നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരപ്രകാരം ഇത് ഒരു ബൾഗേറിയൻ ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങളാണ് ഉള്ള കണ്ടെയ്നറാണ് അടിഞ്ഞിട്ടുള്ളതെന്നാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും മറ്റ് അപകടകരമായ സാഹചര്യങ്ങൾ ഇല്ല എന്നുള്ളൊരു വിലയിരുത്തൽ, പ്രാഥമികമായ ഒരു വിലയിരുത്തലിലേക്കാണ് പോകുന്നത്. ഇപ്പോഴും ആ കല്ലിൽ ഉറച്ച നിലയിലാണ്, കരയോട് ചേർന്നാണ് ഇപ്പോൾ കണ്ടെയ്നർ ഉള്ളത്. ഒപ്പം തന്നെ ഇത് ഈ ഒഴുകി നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ ഓറഞ്ച് കളറിലെ ബോക്സുകൾ, ഇതിനകത്ത് നിന്ന് ഓറഞ്ചും വെള്ളയും നിറം കലർന്ന ബോക്സുകൾ ഇതിനകത്ത് നിന്ന് ഒഴുകി കണ്ടെയ്നർ പൊട്ടി പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. കാരണം കടൽ ഭിത്തിയുള്ള ഭാഗത്ത് വന്ന് ഇടിച്ചാണ്, പ്രത്യേകിച്ച് കടൽ ഭിത്തിയും ഒപ്പം തന്നെ പൊലിമുട്ടുകളുമുള്ള ഭാഗങ്ങളാണ്.
അവിടെ ഇടിച്ച് തകർന്ന നിലയിലാണ് ഇത് വന്നിരുന്നത്. സോഫി ടെക്സ് എന്നാണ് പ്രിന്റ് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത്. അതായത് ഈ വെളുത്ത ഈ കണ്ടെയ്നറുകളുടെ പുറത്തായി സോഫി ടെക്സ് എന്ന് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. അതായത് തുണി നിർമ്മാണവുമായി ബന്ധപ്പെട്ട അസംസ്കൃത വസ്തുക്കളാണെന്നാണ് പ്രാഥമികമായ നിഗമനം. എന്തായാലും 100 കണക്കിന് ആളുകളാണ് ഈ സംഭവം കണ്ടെയ്നറുകൾ വന്ന് അടിഞ്ഞതിനെ തുടർന്ന് ഈ പരിസരത്തേക്ക് എത്തിയിട്ടുള്ളത്. പക്ഷേ പോലീസ് സംഘം ഇവിടെ എത്തി കണ്ടെയ്നറുകളുടെ അടുത്തേക്ക് ആളുകളെ വരുന്നത് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിലെ കാര്യങ്ങൾ പങ്കുവെച്ചത്. അവിടെ വലിയഴീക്കൽ തീരത്തേക്കാണ് ഒരു കണ്ടെയ്നർ, 2 കണ്ടെയ്നറുകൾ കൂട്ടി യോജിപ്പിച്ച തരത്തിലായിരുന്നു. അതിൽ നിന്ന് ഓറഞ്ച് നിറത്തിലുള്ള ബോക്സുകളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. എല്ലാ കണ്ടെയ്നറുകളിലും ഇത്തരത്തിൽ രാസപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള വസ്തുക്കളല്ല. ഇതിപ്പോൾ ടെക്സ്റ്റൈൽ ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട കണ്ടെയ്നറുകൾ, ബോക്സുകളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അവിടെ പോലീസ് അടക്കമുള്ള അധികൃതർ എത്തിയിട്ടുണ്ട്. മറ്റ് പൊതുജനങ്ങളെ ഒന്നും ആ പ്രദേശത്തേക്ക് അടുപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സാഹചര്യം. കൊച്ചിയിലേക്ക് പോകാം. ഡാനി പോൾ ഉണ്ട് അവിടെ നിന്ന്. ഡാനി, കൊച്ചി തീരത്തിന് സമീപമാണ് ഈ ചരക്ക് കപ്പൽ മുങ്ങിയത്. അവിടെ ഈ എണ്ണപ്പാട പടരുന്നത് വലിയൊരു ആശങ്കയായി, പാരിസ്ഥിതിക പ്രശ്നമായി ഒക്കെ കണക്കാക്കുന്ന സാഹചര്യമാണ്. ഈ എണ്ണപ്പാട പടരുന്നത് ചെറുക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏത് തരത്തിലാണ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? ആര്യ, ഇതിൽ പ്രധാനമായും ഇടപെടുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അവർ നടത്തുന്ന ശ്രമങ്ങൾ അത് ഇപ്പോഴും തന്നെ തുടരുന്നു എന്നതാണ്. ഈ മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങൾ, ഇത് ചെറുക്കുവാനുള്ള സംവിധാനങ്ങളുള്ള ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ സക്ഷം എന്ന കപ്പലാണ് ഇവിടെ ഉള്ളത്. അവരാണ് ഈ നിയന്ത്രണ പ്രവർത്തനങ്ങൾ കൂടുതലായും തന്നെ ചെയ്യുന്നത്. അവരും വളരെ സൂക്ഷിച്ച് ജാഗ്രതയോടുകൂടി തന്നെയാണ് ഈ ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നത്. കാരണം ഈ ഓയിൽ മാപ്പിംഗ് ഉണ്ട് എന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെയും അതിൻ്റെ ഒരു നിരീക്ഷണം ഹെലികോപ്റ്ററുകൾ നടത്തിക്കൊണ്ട് എത്രമാത്രം അത് വ്യാപനമുണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിലെല്ലാം തന്നെ വിശദീകരണം നൽകുന്നുണ്ട്. പക്ഷേ ഇതിനേക്കാളും അപ്പുറം ഇതിൽ കണ്ടെയ്നറുകളുടെ ഒരു സ്വഭാവത്തിൽ ഏതാണ്ട് 25ഓളം കണ്ടെയ്നറുകളാണ് ഈ ഹാനികരമായത് എന്ന രീതിയിൽ തന്നെ വിലയിരുത്തുന്നത്. അത് എത്രമാത്രം കപ്പലിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്നത് കാര്യങ്ങളെല്ലാം തന്നെ പരിശോധന ഇനിയും വേണ്ടതാണ്. ഒഴുകിപ്പോയ കണ്ടെയ്നറുകൾ ഇത് ഉൾപ്പെട്ടിട്ടുണ്ടോ, ഇപ്പോഴും ഇത് കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ. അതിൽ 12 കണ്ടെയ്നറുകളിൽ ഹാനികരമായ വസ്തുക്കളുണ്ട്, 13 കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ഉണ്ട്. അപ്പോൾ ഈ കണ്ടെയ്നറുകൾ മുഴുവനായിട്ട് തന്നെയും ഈ കടലിലേക്ക് ഒഴുക്കിൽപ്പെട്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും അതിൽ ആധികാരികമായ ഒരു വിലയിരുത്തലുകൾ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ നടത്തുന്ന ഈ മലിനീകരണം നിയന്ത്രിക്കുവാനുള്ള ഓയിൽ മാപ്പിംഗ് കാര്യങ്ങൾ നിയന്ത്രിക്കുവാനുള്ള കാര്യങ്ങൾ നടക്കുന്നതോടൊപ്പം തന്നെ അവർ ഒരേ സമയം ജാഗ്രതയും എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ട ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മേഖലകൾ ഒഴിവാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്, കോസ്റ്റ് ഗാർഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെയും ഇതൊരു കപ്പൽ ചാലാണ്, മറ്റ് കപ്പലുകൾക്കും ഈ മേഖല ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട്, ഈ ഒരു പ്രത്യേക സർഫസ് ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശം നൽകിയതായാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഈ ഒരു സ്ഥിതി കൈകാര്യം ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ കണ്ടെയ്നറുകൾ അത് എങ്ങനെയാണ് അത് ഒഴുക്കിൽപ്പെട്ടത്, അപകടമുണ്ടാക്കുന്നതാണോ അതോ ഇപ്പോഴും അത് തീരത്ത് ഇവിടെ കപ്പലിൽ അവശേഷിക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. ഇന്ന് ഈ കപ്പലിൻ്റെ ഉടമസ്ഥർ അടക്കമുള്ള കാര്യങ്ങൾ നേവി അധികൃതരുമായും കോസ്റ്റ് ഗാർഡ് അധികൃതരുമായും കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നുണ്ട് എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇന്നലെ തുടർന്ന അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും കോസ്റ്റ് ഗാർഡും നേവിയും എല്ലാം ഈ സ്ഥിതിവിശേഷം കൈകാര്യം ചെയ്യുന്നത്. നിരീക്ഷണം തുടരുകയാണ്. തീർച്ചയായും കൊല്ലത്തും ആലപ്പുഴയുടെ തീരത്തുമൊക്കെ കണ്ടെയ്നറുകൾ വന്നടിഞ്ഞപ്പോൾ കൊച്ചിയിൽ ഈ അപകടം നടന്ന മേഖലയിൽ എണ്ണപ്പാട പടരുന്നത് അത് തടയാനുള്ള കോസ്റ്റ് ഗാർഡിന്റെ ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കോസ്റ്റ് ഗാർഡിന്റെ സക്ഷം എന്ന കപ്പലാണ് ആ ദൗത്യത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ആ ദൗത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വ്യക്തത ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട അധികൃതർ വരും മണിക്കൂറുകളിലൊക്കെ നൽകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇപ്പോൾ തീരങ്ങളിലൊക്കെ അതീവ ജാഗ്രതയാണെങ്കിലും മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതേസമയം തന്നെ ഈ കൊച്ചി തീരത്ത് MSC എൽസ 3 എന്ന ഈ കൂറ്റൻ ചരക്ക് കപ്പൽ ചരിയുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചിട്ടുണ്ട്. കൊല്ലത്ത് നിന്നുള്ള മത്സ്യത്തൊഴിലാളി രഞ്ജിത്ത് പകർത്തിയ ദൃശ്യങ്ങളാണിത്. രഞ്ജിത്താണ് കപ്പൽ ചരിയുന്നത് ആദ്യമായി കണ്ടത്. ആ ദൃശ്യങ്ങളിലേക്ക്
ശനിയാഴ്ച ഉച്ചയോടുകൂടിയിട്ടാണ് ഇത്തരത്തിൽ ലൈബീരിയൻ ചരക്ക് കപ്പൽ കൊച്ചി തീരത്തിന് അടുത്ത് വെച്ച് അടിഭാഗം തകർന്ന് ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ചരിയുകയാണ് ഉണ്ടായത്. കൊല്ലത്ത് നിന്നുള്ള ഒരു മത്സ്യത്തൊഴിലാളിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം പകർത്തിയ ചിത്രങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 ലഭിച്ചിട്ടുള്ളത്. പിന്നീട് ഇത് നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിച്ചുവെങ്കിൽ പോലും അത് പരാജയപ്പെടുകയായിരുന്നു. കപ്പൽ പൂർണ്ണമായും തകർന്ന് മുങ്ങിത്താഴ്ന്നു ഇന്നലെയോടുകൂടി. അതേസമയം ഈ കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകൾ അതിപ്പോൾ കൊല്ലം ആലപ്പുഴ തീരത്തേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയുടെ തീരത്തേക്ക് 2 കണ്ടെയ്നറുകൾ കൂട്ടിക്കെട്ടിയ നിലയിൽ വന്നതിനകത്ത് നിന്ന് ഓറഞ്ച് നിറത്തിലുള്ള ബോക്സുകൾ പുറത്തേക്ക് വന്നതൊക്കെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അത് ടെക്സ്റ്റൈൽ രംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസംസ്കൃത വസ്തുക്കളാണ് എന്നുള്ളതാണ് പ്രാഥമികമായും നൽകുന്ന വിവരം. ഇതിപ്പോൾ കടലിൽ പതിച്ചിട്ടുള്ള എല്ലാ കണ്ടെയ്നറുകളിലും രാസപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള വസ്തുക്കളല്ല, അത്തരത്തിൽ ആശങ്കപ്പെടേണ്ട വസ്തുക്കളല്ല എല്ലാ കണ്ടെയ്നറുകളിലും ഉള്ളത്. പല തരത്തിലുള്ള വസ്തുക്കൾ പല പല കണ്ടെയ്നറുകളിലായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അതിൽ ഇപ്പോൾ ആലപ്പുഴ വലിയഴീക്കലിൽ വന്നിട്ടുള്ള കണ്ടെയ്നറിൽ ഇത്തരത്തിലുള്ള ഓറഞ്ച് നിറത്തിലുള്ള ബോക്സുകളുള്ള ഒരു കണ്ടെയ്നറാണ് വന്നിട്ടുള്ളത്. തുണിത്തരങ്ങളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ആശങ്കപ്പെടേണ്ട മറ്റ് സാഹചര്യമില്ല. പക്ഷേ പൊതുജനങ്ങളെ ഈ മേഖലയിലോട്ട് അടുപ്പിക്കുന്നില്ല. പോലീസ് അടക്കമുള്ള അധികൃതർ അവിടെയുണ്ട്. മറ്റു വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. തട്ടൊരുങ്ങി അംഗത്തിന് സ്ഥാനാർത്ഥികളെ കാത്ത് നിലമ്പൂർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടനുണ്ടായേക്കും. സ്ഥാനാർത്ഥി പട്ടികയിൽ മുൻപിലുള്ള VS ജോയിക്കും ആര്യാടൻ ഷൌക്കത്തിനും പുറമെ ഒരു സർപ്രൈസ് മുഖവും ചർച്ചകളിൽ സജീവമായിരിക്കുകയാണ്. വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയ AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി അന്തിമ ചർച്ച നടത്തിയ ശേഷം പ്രഖ്യാപനം വേഗത്തിൽ നടത്താനാണ് നേതൃത്വത്തിന്റെ തീരുമാനം.
നിയമസഭാംഗത്വം രാജിവെച്ചതിന് പിന്നാലെ PV അൻവർ നടത്തിയ ആദ്യ പ്രതികരണത്തിൽ തന്നെ DCC അധ്യക്ഷൻ കൂടിയായ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു പരസ്യമായി നിലപാടെടുത്തത്. യുവ പ്രാതിനിധ്യത്തിന് പുറമെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ VS ജോയിക്ക് കഴിയുമെന്നായിരുന്നു വിലയിരുത്തൽ. എന്നാൽ പാർട്ടി നേതൃത്വം തീരുമാനമെടുക്കും മുമ്പ് അൻവർ പരസ്യമായി വിഷയത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയതിൽ മുതിർന്ന നേതാക്കൾ തന്നെ അതൃപ്തി അറിയിച്ചിരുന്നു. ക്രൈസ്തവ സഭാ നേതൃത്വത്തിന്റെ പിന്തുണ ഉറപ്പാക്കുന്നതിനായി സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷനാക്കിയതിന് പിന്നാലെ ഉപതെരഞ്ഞെടുപ്പിലും ക്രൈസ്തവ മുഖം തന്നെ സ്ഥാനാർത്ഥിയായാൽ അത് ഇതര സമുദായങ്ങൾക്കിടയിൽ അതൃപ്തിക്ക് വഴിവെക്കുമെന്ന ആശങ്കയും കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട്. അതേസമയം വരാനിരിക്കുന്ന DCC പുനഃസംഘടനയിൽ മലപ്പുറത്ത് അഴിച്ചുപണി ഉണ്ടാകാനിടയില്ലെന്നാണ് സൂചന. എതിർപ്പുകൾ മറികടന്ന് ജോയിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയാൽ ഒത്തുതീർപ്പ് നീക്കങ്ങളുടെ ഭാഗമായി ആര്യടൻ ഷൗക്കത്തിന് മറ്റൊരു നിർണായക പദവി നേതൃത്വം വാഗ്ദാനം ചെയ്തതായാണ് സൂചന. ആര്യടൻ ഷൗക്കത്തിന് വേണ്ടി ഒരു വിഭാഗം ശക്തമായി രംഗത്തുണ്ടെങ്കിലും VS ജോയിയുമായി നിലനിൽക്കുന്ന അഭിപ്രായ ഭിന്നതകൾ ജയസാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കുമോ എന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തെ കുഴയ്ക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് പൊതുസമ്മതനായ സർപ്രൈസ് മുഖത്തെ പ്രാദേശിക നേതൃത്വത്തിന്റെ കൂടി പിന്തുണ ഉറപ്പാക്കി മത്സര രംഗത്തിറക്കുന്ന കാര്യം നേതൃത്വം സജീവമായി ചർച്ച ചെയ്യുന്നത്. ഉപതെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള KPCC വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ AP അനിൽകുമാർ ഉൾപ്പെട്ട സമിതി AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി അവസാനഘട്ട ചർച്ച നടത്തിയ ശേഷമാകും സ്ഥാനാർത്ഥി നിർണയത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ഡാൻ കുര്യൻ, News 18, തിരുവനന്തപുരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യത്തിൽ BJPയിൽ ഭിന്നത. കോർ കമ്മിറ്റി യോഗത്തിലാണ് നേതാക്കൾ വ്യത്യസ്ത നിലപാടെടുത്തത്. ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ലെന്ന നിലപാട് രാജീവ് ചന്ദ്രശേഖർ കോർ കമ്മിറ്റി അറിയിച്ചു. എന്നാൽ മത്സരിച്ചില്ലെങ്കിൽ വലിയ രാഷ്ട്രീയ വിവാദം ഉണ്ടാകുമെന്ന് എതിർവിഭാഗം നേതാക്കൾ നിലപാടെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കുന്നത് ഒളിച്ചോട്ടമാകുമെന്നും നേതാക്കൾ യോഗത്തിൽ വ്യക്തമാക്കി. അഭിപ്രായ ഭിന്നതയെ തുടർന്ന് തീരുമാനം ദേശീയ നേതൃത്വത്തിന് വിട്ടു. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കുകയാണ് മുന്നണികൾ. UDF സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തിനെ ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. സംസ്ഥാന നേതാക്കൾ നടത്തിയ ചർച്ചയിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ പേരിനാണ് മുൻതൂക്കം ലഭിച്ചത്. എന്നാൽ എല്ലാ വിഭാഗത്തിന്റെയും പിന്തുണ ലഭിക്കുന്ന സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ നിർത്തണമെന്നാണ് PV അൻവറിന്റെ നിലപാട്. പിണറായിയുടെ മുന്നിൽ പരാജയത്തിന് തലവെച്ച് കൊടുക്കാൻ കഴിയില്ലെന്നും അൻവർ പറയുന്നു. അതേസമയം സ്വന്തം നാട്ടിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ M സ്വരാജിന് മത്സരിച്ചു കൂടെയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു. നാളെ ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ LDF സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ധാരണയാകും. ഡാൻ കുര്യൻ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ആദ്യം നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ഡാൻ. ആര്യാടൻ ഷൗക്കത്ത് എന്ന ഒറ്റ പേരിലേക്ക് എത്തി എന്നുള്ളതായിരുന്നു ഈ ഘട്ടത്തിലൊക്കെ നമുക്ക് ലഭ്യമായിരുന്ന സൂചന. പക്ഷെ അപ്പോൾ ഏറ്റവും ഒടുവിൽ അൻവർ വീണ്ടും മുടക്കം നിൽക്കുകയാണ് എന്നുള്ളതാണോ? അൻവർ ഫാക്ടർ അത്രത്തോളം പ്രസക്തവുമാണ് നിലമ്പൂരിൽ. അപ്പോൾ അൻവറിന്റെ എതിർപ്പിനെ ഏത് തരത്തിൽ കോൺഗ്രസ് മുഖവിലക്കെടുക്കും? അൻവറിനെ എതിർക്കുക എന്നുള്ളതല്ല, എല്ലാ വിഭാഗം നേതാക്കളുടെയും പിന്തുണ ഉറപ്പാക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. PV അൻവർ ആദ്യഘട്ടം മുതൽ തന്നെ VS ജോയിക്ക് വേണ്ടിയായിരുന്നു നിലപാടെടുത്തത്. DCC അധ്യക്ഷൻ കൂടിയായ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ മതന്യൂനപക്ഷങ്ങളുടെ കൂടി പിന്തുണ ഉറപ്പാക്കാൻ കോൺഗ്രസിന് കഴിയും. അങ്ങനെ VS ജോയിക്ക് അനായാസം വിജയിക്കാനാവും എന്നതായിരുന്നു PV അൻവർ ആദ്യഘട്ടം മുതൽ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ ആഴ്ചകൾക്ക് മുമ്പാണ് KPCC പുനഃസംഘടന നടന്നത്. സമഗ്ര പുനഃസംഘടനയിലൂടെ K സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി ക്രൈസ്തവ സഭകളെ ഒപ്പം ചേർത്ത് നിർത്തുന്നതിനു വേണ്ടി സണ്ണി ജോസഫിനെ അധ്യക്ഷനാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിന് തൊട്ടു പിന്നാലെ ആഴ്ചകൾ മാത്രം പിന്നിടുമ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുമ്പോൾ വീണ്ടും ഒരു ക്രൈസ്തവ മുഖത്തെ തന്റെ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാണിച്ചാൽ അത് ഇതര സമുദായങ്ങൾക്കിടയിൽ അതൃപ്തിക്ക് വഴിവെക്കും എന്ന ഒരു വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് VS ജോയിയെ തൽക്കാലം DCC അധ്യക്ഷ സ്ഥാനത്ത് തന്നെ നിലനിർത്തിക്കൊണ്ട് മറ്റൊരു പേരിലേക്ക് പോകാമെന്നൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ആ ചർച്ചകളാണ് ഒടുവിൽ ആര്യാടൻ ഷൗക്കത്തിൽ എത്തി നിൽക്കുന്നത്. പക്ഷേ ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് ഉറപ്പിക്കാതെ ഇപ്പോഴും ഒരു അവ്യക്തത തുടരുന്നതിന്റെ കാര്യം പ്രാദേശികമായി നിലനിൽക്കുന്ന ചില തർക്കങ്ങളാണ്. VS ജോയിയുമായും ആര്യാടൻ ഷൗക്കത്തിന് ചില അഭിപ്രായ ഭിന്നതകളുണ്ടായിരുന്നു. അത് പറഞ്ഞ് പരിഹരിക്കണമെന്ന ആവശ്യം ജില്ലയിൽ നിന്ന് തന്നെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ നേരത്തെ മുതൽ തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ്. ഇങ്ങനെയൊരു നിർണായക ഘട്ടത്തിൽ ഓരോ വോട്ടും വിലപ്പെട്ടതായി മാറുന്ന ഒരു സാഹചര്യത്തിൽ
ഏത് തരത്തിലും വിജയം ഉറപ്പാക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ അനിവാര്യതയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് എല്ലാ വിഭാഗം നേതാക്കളുടെയും പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് ഒരു പേരിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അഭിപ്രായ ഭിന്നതകൾ ജയസാധ്യതകളെ ബാധിക്കാതിരിക്കണം എന്ന ഒരു മുൻകരുതൽ കൂടി കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ ദേശീയ നേതൃത്വത്തിന്റെ ഒക്കെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എന്തായാലും വിദേശത്ത് നിന്ന് KC വേണുഗോപാൽ ഇന്നലെ വൈകിട്ട് ഡൽഹിയിൽ തിരിച്ചെത്തിയതായാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. KC വേണുഗോപാലുമായി സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുന്ന KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ AP അനിൽകുമാർ ഉൾപ്പെടെയുള്ള സമിതി വിശദമായ ചർച്ച നടത്തും. ആ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ആരെ UDFന്റെ സ്ഥാനാർത്ഥിയാക്കണം നിലമ്പൂരിൽ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. നിലവിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ആര്യടൻ ഷൌക്കത്തിന്റെ പേരിന് തന്നെയാണ് മുൻതൂക്കം ലഭിക്കുന്നത്. മറ്റ് ഏതെങ്കിലും തരത്തിൽ, അതായത് VS ജോയിക്കും ആര്യടൻ ഷൌക്കത്തിന് പുറമെ മറ്റേതെങ്കിലും പേരുകൾ പരിഗണിക്കണമോ എന്ന കാര്യവും നേതൃത്വം ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഡാൻ, നമുക്കറിയാം തട്ടകം തിരികെ പിടിക്കുക എന്നുള്ളതാണ് UDFന്റെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ അതേസമയം LDFനെ സംബന്ധിച്ച് ഇത് വലിയ അഭിമാന പോരാട്ടമാണ്. മുഖ്യമന്ത്രിയുമായി കൊമ്പുകോർത്ത് ഇറങ്ങിപ്പോന്ന അൻവറിന് മുമ്പിൽ തല ഉയർത്തി പിടിച്ച് നിൽക്കുക, അതോടൊപ്പം അവരുടെ സീറ്റ് നിലനിർത്തുക എന്നുള്ള വലിയ ദൌത്യമാണ് അവർക്ക് മുന്നിലുള്ളത്. സ്ഥാനാർത്ഥി നിർണയം അത്രത്തോളം സൂക്ഷ്മതയോടെ വേണം കൈകാര്യം ചെയ്യാൻ. ഇപ്പോൾ M സ്വരാജ് എന്ന പേരിലേക്ക് എത്തുന്നുണ്ടോ LDF? മുഖ്യമന്ത്രി അത്തരത്തിലുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചു എന്ന് പറയുമ്പോൾ അതിൽ പിന്നെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണോ? ഒറ്റപ്പേരിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് നമുക്ക് ഉറപ്പിക്കാറായിട്ടില്ല. കാരണം CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, നിർണായകമായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ചേർന്നായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി ആരാകണമെന്ന കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. പക്ഷേ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് നിലമ്പൂരിൽ PV അൻവറിന് മുൻപിൽ മുട്ടുമടക്കാനാവില്ല എന്നൊരു ഉറച്ച നിലപാടിലാണ് CPM. അതുകൊണ്ട് തന്നെ കരുത്തനായ സ്ഥാനാർത്ഥി തന്നെ വേണമെന്ന നിലപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഉറച്ചു നിൽക്കുന്ന പശ്ചാത്തലമാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടേക്ക് സ്ഥാനാർത്ഥിയായി കൃത്യമായ സ്വാധീനമുള്ള ജില്ലയിലെ തന്നെ ഒരു നേതാവിനെ പരിഗണിക്കണമെന്ന ഒരു ആവശ്യം ഉയർന്നു വന്നത്. അതാണ് M സ്വരാജിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ M സ്വരാജ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ അഭിമാന പോരാട്ടത്തിൽ സ്ഥാനാർത്ഥിയാകണമെന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. പക്ഷേ സ്വരാജ് പൂർണ്ണമായി അതിനോട് സമ്മതം മൂളിയിട്ടില്ല എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നു. അങ്ങനെയൊരു സാഹചര്യമുണ്ടായാൽ മറ്റ് 2 പേരുകൾ കൂടി CPM നേതൃത്വത്തിന്റെ പരിഗണനയിലുണ്ട് എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. സാമൂഹ്യ രംഗത്ത് ഉൾപ്പെടെ സജീവമായ ഒരു ആൾ ഉൾപ്പെടെ 2 പേരുകൾ എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. എന്തായാലും നാളെ ചേരുന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച അന്തിമ ചിത്രം തെളിയുക. തീർച്ചയായും. ഇനി NDA ക്യാമ്പിലേക്ക് എത്തിയാൽ ഡാൻ, അവിടെ എന്താണ് ഇത്തരത്തിലൊരു തണുപ്പൻ മട്ട് ഉള്ളത്? BJPക്ക് പുതിയ സംസ്ഥാന അധ്യക്ഷൻ വന്നതിന് ശേഷം നേരിടാൻ പോകുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. പക്ഷെ അതിൽ മത്സരിക്കുക പോലും വേണ്ട എന്നുള്ളൊരു നിലപാടിലേക്ക് എന്തുകൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ തന്നെ എത്തി എന്നുള്ളതാണ്. ഇതിൽ വലിയ ഭിന്നത NDA ക്യാമ്പിൽ നിലനിൽക്കുന്നുണ്ട്, BJPയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒടുവിൽ ഈ തീരുമാനം ദേശീയ നേതൃത്വത്തിന് വിട്ടു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതായത് 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8555 വോട്ടുകൾ മാത്രമായിരുന്നു അശോക് കുമാറിന് നിലമ്പൂരിൽ നേടാൻ കഴിഞ്ഞത്. അതിനപ്പുറത്തേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ നിലമ്പൂരിൽ BJPയുടെ വോട്ട് വിഹിതം ഏതാണ്ട് 10,000-ന് മുകളിലേക്ക് ഉയർത്താൻ കഴിഞ്ഞിരുന്നു. അതിനപ്പുറത്തേക്ക് വലിയൊരു മുന്നേറ്റം നിലമ്പൂരിൽ BJPക്ക് NDA സഖ്യത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രവുമല്ല, സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ നടത്തിയ പ്രതികരണങ്ങളിൽ ഒരു കാര്യം വ്യക്തമായിരുന്നു: അനാവശ്യമായ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്, അതുകൊണ്ട് ഒരു പ്രസക്തിയും ഉണ്ടാകാൻ പോകുന്നില്ല, ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞു വെക്കുന്നത് കൃത്യമായ ഒരു സൂചനയായി തന്നെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വ്യാഖ്യാനിച്ചത്. സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു പ്രതികരണമാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്ത് ഇപ്പോൾ KPCC അധ്യക്ഷൻ ശ്രീ സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയത്തിൽ. ഓക്കെ അല്ലേ? പക്ഷേ ഇത്തിരി മാറാമോ ഷാഫി? കുഴപ്പമില്ല. അയ്യോ
ഒന്നാമതായിട്ട് പ്രളയക്കെടുതിയിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ആശ്വാസം എത്തിക്കുന്നതിന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഴുവൻ ഘടകങ്ങളോടും പ്രത്യേകമായിട്ട് നിർദ്ദേശം നൽകുകയാണ്. എല്ലാവരും ജനങ്ങളുടെ ദുരിതത്തിൽ സഹായമെത്തിക്കാനും രക്ഷാപ്രവർത്തനങ്ങളിലും മുൻകൈയെടുത്ത് മുന്നോട്ട് വരണമെന്ന് എല്ലാവർക്കും നിർദ്ദേശം നൽകുകയാണ് KPCC. രണ്ടാമത്, ഛത്തീസ്ഗഡിൽ മലയാളി വൈദികനും കുടുംബത്തിനും നേരെ ഉണ്ടായിട്ടുള്ള അക്രമം പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ്. അതേറെ പ്രതിഷേധാർഹമാണ്. ബജരംഗ് ദൾ പ്രവർത്തകർ, സംഘപരിവാർ ശക്തികൾ പോലീസ് ഒത്താശയിലാണ് അവരുടെ ആരാധനാലയത്തിൽ കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അക്രമം നടത്തിയത്. അതിനുള്ള വലിയ പ്രതിഷേധം അറിയിക്കുന്നു. നിലമ്പൂരിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി സംബന്ധിച്ച് ഞങ്ങൾ അവസാനവട്ട ചർച്ചയിലാണ്. AICCക്ക് ഇന്ന് തന്നെ KPCCയുടെ പേര് നൽകിക്കൊണ്ടുള്ള നിർദ്ദേശം നൽകും. അതിനുള്ള ചർച്ചകൾ തുടരുകയാണ്. ഇന്നിലേറെ പേരുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. രാവിലെ അല്ല, ഇന്ന് തന്നെ ഉണ്ടാകാനാണ് സാധ്യത. എറണാകുളത്ത് നിന്ന് മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിയുണ്ട്. രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട AICC നിർദ്ദേശപ്രകാരമുള്ള പ്രോഗ്രാം ഇന്ന് എറണാകുളത്തുണ്ട്. ആ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട്. അതുകൊണ്ട് ആവശ്യമായിട്ടുള്ള ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പിലുണ്ടാവും. PV അൻവറിന്റെ സ്വാധീനം തെരഞ്ഞെടുപ്പ് ഫലത്തിലുണ്ടാവും. UDFന് അനുകൂലമായിട്ട് PV അൻവർ സജീവമായിട്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ UDFനെ സഹായിക്കും. എല്ലാ വിഭാഗത്തിന്റെയും പിന്തുണ കോൺഗ്രസിനും UDFനും ഉണ്ടാവും. ഞങ്ങളുടെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ ഞങ്ങൾ തിരിച്ചു പിടിക്കും. എന്ന് വെച്ചാൽ UDF തിരിച്ചു പിടിച്ച് നല്ല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് MLA ആക്കി കൊണ്ടുവരാൻ ഞങ്ങൾ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അതിൻ്റെയുള്ള ചർച്ചകളും അതിനുള്ള പ്രവർത്തനങ്ങളും നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് വൈകുന്നേരത്തോട് ഒക്കെ കാര്യങ്ങൾ തീരുമാനമാകും എന്നുള്ളതാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ ഈ സമയം കിടക്കുകയല്ലേ. 2-ാം തീയതി ഉള്ളൂ നോമിനേഷൻ കൊടുക്കുക അല്ലേ. നോമിനേഷൻ കൊടുക്കുന്ന തീയതി വന്നേക്കുന്ന 2-ാം തീയതിയാണ്. ദിവസം കിടപ്പുണ്ട്. പക്ഷേ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതിന് ശേഷം CPM സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ CPM നടത്തുന്ന ഈ കള്ളക്കളികൾ എന്താ എന്ന് നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലാക്കാൻ പറ്റും. അവർക്ക് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള ഭയപ്പാട് ഇപ്പോൾ നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ്. അതാണ് ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കട്ടെ, അതിനുശേഷം ഞങ്ങൾ ആലോചിക്കാൻ, ഞങ്ങൾ ചിന്തിക്കാം എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടു പോകുന്നു. എന്തൊക്കെ അനുകൂല ഘടകങ്ങളാണ് കരുതുന്നത്? സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ മുൻതൂക്കം ആർക്ക് എന്നുള്ളത് പറയാൻ തയ്യാറാകുന്നില്ല നേതൃത്വം. എങ്കിൽ പോലും 2-3 പേരുകളിൽ ചുറ്റിപ്പറ്റി ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഇന്ന് എന്തായാലും ഒരൊറ്റ പേര് AICCക്ക് കൈമാറുമെന്നും KPCC അധ്യക്ഷനും UDF കൺവീനറും ഇപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ PV അൻവർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തത്സമയത്തിലേക്ക് ഇതൊരു പങ്കെടുക്കുന്നതിന് ഒരാൾക്ക് യാത്ര, അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. ഒരാൾക്ക് യാത്രാ താമസം. ഇനി പ്രധാനപ്പെട്ട RT ഡെസ്റ്റിനേഷനുകളിൽ QR കോഡുള്ള സൈൻ ബോർഡ് വെക്കാനേ 39,64,800 ഞാൻ കോപ്പി തരാം നിങ്ങൾക്ക്. നമ്മൾ ടൈം കളയുണ്ടല്ലോ. ഇനി അത് പോട്ടെ. പ്രധാന RT എന്താണ് ഈ RT? എനിക്ക് മനസ്സിലായില്ല. ഡെസ്റ്റിനേഷൻ റെസ്പോൺസിബിൾ. അതുപോലെ ഈ ടൂറിസം കേന്ദ്രങ്ങളിൽ വെക്കാൻ പ്രധാന റെസ്പോൺസിബിൾ ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ QR കോഡുള്ള സൈൻ ബോർഡ് വെക്കാൻ. ഇത്ര പോന്ന സാധനമല്ലേ? 50 റുപ്യ 100 റുപ്യ എത്ര റിയാസിന്? അത് സാധനം ഉണ്ടാക്കി എത്ര വരും? അപ്പോൾ സാധാരണ നമ്മൾ ഈ വെക്കുന്നതിൻ്റെയൊക്കെ മുകളിൽ വെക്കുന്ന സാധനം ഉണ്ടല്ലോ, 150 റുപ്യേൻ്റെ സാധനം, വലിയ ഹോർഡിംഗ് വെക്കുകയാണ്. ഈ പറഞ്ഞാൽ 1000-2000 ഒക്കെ വരും. ആ സാധനത്തിനെ പ്രധാന RT ഡെസ്റ്റിനേഷനുകളിൽ എത്ര എണ്ണമൊന്നുമില്ല കേട്ടോ. പ്രധാന RT ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു 100 കൂട്ടിക്കോ പരമാവധി, കുറക്കണ്ട. QR കോഡുള്ള സൈൻ ബോർഡാണ് വെച്ചിട്ടുള്ളത്. 20 ലക്ഷം സുഹൃത്തുക്കളെ. ഇത് PV അൻവർ ഇവിടെ അടിച്ചുണ്ടാക്കിയ കണക്കല്ല കേട്ടോ, സർക്കാരിൻ്റെ രേഖയാ. കേരള റെസ്പോൺസിബിൾ ടൂറിസം 5 മിഷൻ സൊസൈറ്റിയുടെ ന്യൂസ് ലെറ്റർ തയ്യാറാക്കാനേ
ന്യൂസ് ലെറ്റർ തയ്യാറാക്കുന്നതിന് 4 പ്രസിദ്ധീകരിക്കുന്നു. പടച്ചോനെൻ്റെ റബ്ബെ, 13,21,600 രൂപ. 4 ന്യൂസ് ലെറ്റർ. എന്താ ന്യൂസ് ലെറ്റർ? 4 പേജിൻ്റെ ഒരു ബുക്കേ. ഇതെന്താ സ്വർണം കൊണ്ടടിച്ച്? ഇതിൻ്റെ പേജ് സ്വർണ്ണാണോ? 13,21,600 രൂപ 4 എണ്ണത്തിന്. എൻ്റെ സഖാക്കളും കൂടി ഒന്ന് പരിശോധിക്ക്, ദയവായി പരിശോധിക്ക്. പിന്നെ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഇന്ത്യൻ റൂറൽ അഗ്രി ടൂറിസം കോൺക്ലേവ്. റൂറൽ ഗ്രാമീണ അഗ്രി കാർഷിക മേഖലയുടെ എന്താണ് കോൺക്ലേവ് കാരണം എന്താ? കുറേ മത്തനും ചേമ്പും പൂളക്കിഴങ്ങും ഈ പറയുന്ന 3 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന മാവും 2 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന ചക്കൻ്റെ കുറേ തൈയൊക്കെ പാടെ കൊണ്ടുപോയി വെക്കാനേ 2 ദിവസത്തിന് 54,54,936 രൂപ 2 ദിവസത്തെ കാർഷിക വിപണന മേളക്കേ. നിങ്ങൾ ആലോചിക്ക്, കേരളത്തെ ജനങ്ങൾ ആലോചിക്കട്ടെ. എനിക്ക് തലക്ക് ഭ്രാന്തായിട്ടല്ല ഈ നടക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് ഹൃദയം പൊട്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത്, മനസ്സിലായില്ലേ? ഇത് ആവർത്തിക്കുകയാണ് കൊള്ളയടി. തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ സർക്കാരിനെതിരെ കൂടുതൽ വിമർശനങ്ങളും അഴിമതി ആരോപണവും ഒക്കെയായി രംഗത്തെത്തിയിരിക്കുകയാണ് വീണ്ടും PV അൻവർ. നിലമ്പൂരിൽ PV അൻവർ വിജയിച്ചത് ഇടതുപക്ഷത്തിന് ഒപ്പം നിന്നതുകൊണ്ടാണെന്ന് CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി VP അനിൽ. താൻ ജയിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന് കൂടി ലഭിച്ച വോട്ട് കൊണ്ടാണെന്ന് അൻവർ പറഞ്ഞിട്ടുണ്ട്. അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ നിലമ്പൂരുകാർ തള്ളിക്കളഞ്ഞതാണ്. ഒരാൾ പോലും അൻവറിന്റെ കൂടെ ഉണ്ടാകില്ലെന്നും സ്ഥാനാർത്ഥിയായി സ്വതന്ത്രൻ വേണോ പാർട്ടി അംഗം വേണോ എന്നുള്ളത് ഉചിതമായ സമയത്ത് തീരുമാനിക്കുമെന്നും VP അനിൽ ന്യൂസ് 18നോട് പറഞ്ഞു. CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി ശ്രീ VP അനിലാണ് നമ്മോടൊപ്പം ചേരുന്നത്. നിലമ്പൂരിൽ എന്താണ് സർക്കാർ പ്രധാനമായിട്ടും മുദ്രാവാക്യമായി? നിലമ്പൂരിൽ കഴിഞ്ഞ 8 വർഷക്കാലമായി അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ അനുഭവിക്കാത്ത ഒരു വികസന നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. സ്വാഭാവികമായിട്ടും അവർ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ ചിലപ്പോൾ അവർക്ക് വിയോജിപ്പുകൾ ഉണ്ടാവാം. പക്ഷേ ഈ വികസന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ജീവിത സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന ഒരു ഗവൺമെൻറ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ് എന്നുള്ളത് കൊണ്ട് ആ ഗവൺമെൻറ്റിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ, ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ നിലമ്പൂരിലെ ജനങ്ങൾ തയ്യാറാണ്. പക്ഷേ 2 തവണ അൻവറിൻ്റെ വ്യക്തിപരമായ മികവാണ് അവിടെ LDFനെ സഹായിച്ചതെന്നാണ് അൻവർ അവകാശപ്പെടുന്നത്. വികസന പ്രവർത്തനങ്ങൾ 2ാം ഘട്ടത്തിലധികം വരാത്തതിൻ്റെ കാരണം അൻവറിനോട് ഇടതുപക്ഷത്തിൻ്റെ വിരോധമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എങ്ങനെ കാണുന്നത്? അതിൽ അൻവറിൻ്റെ നാവ് കൊണ്ട് തന്നെ പത്രക്കാരോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഞാൻ ജയിച്ചിട്ടുള്ളത് എനിക്ക് കിട്ടിയിട്ടുള്ള വോട്ട് കൊണ്ട് മാത്രമല്ല, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള സഖാവ് പിണറായി വിജയന് ഒരു വോട്ടുണ്ട്. അത് വികസനത്തിൻ്റെ വോട്ടാണ്. അദ്ദേഹത്തിനുള്ള വോട്ട് കൂടി ചേർന്നിട്ടാണ് ഞാൻ ജയിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് കിട്ടിയിട്ടുള്ള പൊതു അംഗീകാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിജയം എന്നുള്ളതാണ് അയാൾ അവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. അത് തന്നെയാണ് അതിനുള്ള മറുപടി. ഈ ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ ഏതെങ്കിലും തരത്തിലൊരു ഫാക്ടർ ആവോ? ഈ ഉപതെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ആ കാര്യങ്ങൾ ജനങ്ങൾ അവിടെ തള്ളിക്കളഞ്ഞ സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കാരണം അദ്ദേഹം ഇടതുപക്ഷത്തോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ട് വലതുപക്ഷത്തോടൊപ്പം ഗൂഢാലോചന ചേർന്ന് മുന്നോട്ട് പോയപ്പോൾ ഞങ്ങളന്നേ ഇതിനെതിരായിട്ടുള്ള പ്രതിരോധങ്ങൾ അവിടെ തീർത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഒരാളെപ്പോലും അദ്ദേഹത്തിന് കൊണ്ടാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ഒരു ജനതയാണ് അവിടെ ഉള്ള ആളുകൾ. ആ ജനത തീർച്ചയായിട്ടും അവരെ വഞ്ചിച്ചിട്ടുള്ള ആൾക്കെതിരായിട്ട് പ്രതികരിക്കും. കൂടെ അവിടെ ആരും ഉണ്ടാവില്ല എന്നാണ്. അവിടെ ആരും ഉണ്ടാവില്ല, അത് യാതൊരു സംശയമില്ല. ആ കാര്യത്തിൽ സ്വതന്ത്ര പരീക്ഷണം തുടരാൻ സാധ്യതയുണ്ടോ? അത് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുമ്പോൾ അതിൻ്റെ സ്ഥാനാർത്ഥി നിർണയം, അതിൻ്റെ ഘടകങ്ങൾ, അപ്പോൾ ആ നിലയ്ക്ക് പാർട്ടി സംസ്ഥാന നേതൃത്വം ഏറ്റവും ഉചിതമായ ഒരാളെ കണ്ടെത്തുമ്പോൾ സ്വാഭാവികമായും സ്വതന്ത്രനിലേക്കെത്തും, പാർട്ടി സ്ഥാനാർത്ഥിയിലേക്കെത്തും. അതിലേറ്റവും ഉചിതമായിട്ട് ആരാണോ അത് പാർട്ടി നേതൃത്വം തീരുമാനിക്കും. ഒരു 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ പാർട്ടി സംസ്ഥാന കേന്ദ്രം ഇതിനെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്ത്
പിന്നെ തീരുമാനമെടുക്കും. പിന്നെ 2-ാം തീയതി നോമിനേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണല്ലോ, അതിനു മുമ്പ് തന്നെ പ്രഖ്യാപനം ഉണ്ടാവും. സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാവുമോ ഈ തെരഞ്ഞെടുപ്പ് ഫലം? സംസ്ഥാന സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു പ്രോഗ്രസ് കാർഡ് തന്നെ ജനങ്ങളുടെ മുമ്പിൽ വെച്ചു. അത് ഇന്ന് വരെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും മുഖ്യമന്ത്രി ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ ആ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം ഇടതുപക്ഷ ഗവൺമെന്റിനോടൊപ്പം ചേർന്ന് നിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയം. വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയാണ് LDF പങ്കുവയ്ക്കുന്നത്. PV അൻവർ ഒരു തരത്തിലും തെരഞ്ഞെടുപ്പിൽ ഒരു ഘടകമാകില്ലെന്നും അവർ പറയുന്നു. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. കണ്ണും കാതും നിലമ്പൂരിലേക്കാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത്. ഇനി ഇടത് വലത് മുന്നണികളുടെ സ്ഥാനാർത്ഥികളെ കാത്താണ്. മറ്റു വാർത്തകൾ കൂടി നോക്കണം ഇടവേളയ്ക്ക് ശേഷം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം പൂജപ്പുര സെൻട്രൽ ജയിലിൽ അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. ശുചിമുറിയിൽ തൂങ്ങി മരിക്കാനാണ് ശ്രമിച്ചത്. തലച്ചോറിലേക്കുള്ള രക്തയോട്ടത്തെ ഗുരുതരമായി ബാധിച്ച നിലയിലാണ് പ്രതി ഇപ്പോൾ ആശുപത്രിയിൽ തുടരുന്നത്. ഡാൻ കുര്യൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, എങ്ങനെയുണ്ട് അഫാന്റെ ആരോഗ്യനില? ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥ എന്നാണോ അധികൃതർ പങ്കുവയ്ക്കുന്നത്? സ്ഥിതിയിൽ വലിയ മാറ്റം സംഭവിച്ചിട്ടില്ല. ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുന്നു. തീവ്ര പരിചരണ വിഭാഗത്തിൽ വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക നിരീക്ഷണത്തിലാണ് അഫാൻ കഴിയുന്നത്. തലച്ചോറിലേക്കുള്ള രക്തയോട്ടത്തിൽ കുറവുണ്ടായിരുന്നു. അതായത് ഇന്നലെ ഈ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് തലയിലാണ് അതുമായി ബന്ധപ്പെട്ട് തലച്ചോറിലേക്കുള്ള ഞരമ്പുകൾക്ക് ക്ഷതമേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതാണ് സ്ഥിതി ഗുരുതരമാക്കിയത്. എന്തായാലും കൃത്യസമയത്ത് തന്നെ ചികിത്സ ഉറപ്പാക്കാൻ കഴിഞ്ഞു എന്നത് മാത്രമാണ് ജയിൽ അധികൃതർക്ക് ഇതുമായി ബന്ധപ്പെട്ട് നൽകാനുള്ള ഒരു വിശദീകരണം. അതിനപ്പുറത്തേക്കൊരു വീഴ്ച സംഭവിച്ചിട്ടില്ല ഉദ്യോഗസ്ഥർക്ക് എന്നൊരു നിലപാടിലാണ് ജയിൽ അധികൃതർ. അത്തരത്തിലുള്ള റിപ്പോർട്ടാണ് അവർ കൈമാറിയിരിക്കുന്നത് എന്നാണ് അറിയാനും കഴിയുന്നത്. എന്തായാലും ആരോഗ്യനില, അപകടനില തരണം ചെയ്തിട്ടുണ്ട് പൂർണ്ണമായി എന്ന് നമുക്ക് ഈ ഘട്ടത്തിലും പറയാറായിട്ടില്ല. പക്ഷേ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. കാരണം വിദഗ്ധ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് കഴിയുന്നത്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു ഇന്നലെ അഫാന് ശ്വാസം നൽകിയിരുന്നത്. പക്ഷേ ഇന്ന് ആ സ്ഥിതിക്ക് മാറ്റം വന്നിട്ടുണ്ട് എന്ന സൂചനകളാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നത്. യെസ്, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. പക്ഷേ ആശയ്ക്ക് വകയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. ഇന്ന് 11 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട്. മഴ കനത്ത സാഹചര്യത്തിൽ 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്തെ മലയോര തീരദേശ മേഖലകളിൽ മഴ ശക്തമാണ്. വൃഷ്ടിപ്രദേശത്ത് മഴ കനത്തതിനെ തുടർന്ന് നെയ്യാറിൽ ഉൾപ്പെടെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ശക്തമായ കാറ്റിൽ മരങ്ങൾ ഒടിഞ്ഞു വീണ് വൈദ്യുത ബന്ധം തകരാറിലായി. പൊഴിയൂർ, പൂവാർ, തെക്കേ കൊല്ലങ്കോട്, പുല്ലുവിള തുടങ്ങിയ പ്രദേശങ്ങളിൽ കടൽ പ്രക്ഷുബ്ധമാണ്.
തിരുവനന്തപുരത്തെ സ്ഥിതിഗതികൾ തന്നെ കൂടുതൽ വിശദമായി നോക്കാം. ഡാൻ കുര്യനുണ്ട്. ഡാൻ, ഇപ്പോൾ മഴയൊന്ന് മാറി നിൽക്കുന്ന സാഹചര്യമാണെങ്കിലും അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പുണ്ട് ജില്ലയിൽ. എങ്ങനെയാണ് തിരുവനന്തപുരത്തെ മുഴുവൻ എല്ലാ മേഖലകൾ കൂടി നോക്കുമ്പോൾ ഒരു കാലാവസ്ഥയുടെ സാഹചര്യം? ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ. അതുകൊണ്ട് തന്നെ മഴ ഇപ്പോൾ മാറി നിൽക്കുകയാണ്. രാവിലെ മുതൽ നേരിയ ശമനമുണ്ട്, ഇടയ്ക്കൊന്ന് ചാറിയതേ ഞാനിപ്പോൾ ഉള്ളത് ശംഖുമുഖം ബീച്ചിന് സമീപത്താണ്. ശംഖുമുഖത്ത് വലിയ തരത്തിൽ തിരമാലകൾ അടിച്ചു കയറുകയാണ്. ഈ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഇവിടുന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഈ തിരകളടിച്ച് ഇതിന് സമീപത്തുള്ള ചെറിയ കെട്ടിടങ്ങളുടെ ഭാഗങ്ങളൊക്കെ തകർന്നു വീണ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടലിൽ പോകരുത്, 29-ാം തീയതി വരെ എന്ന കർശനമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം, കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് നിലനിൽക്കുന്നത്. 20 മണിക്കൂറിൽ 25 മുതൽ 35 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ടെന്നും ചില ഘട്ടങ്ങളിൽ അത് 55 കിലോമീറ്റർ വേഗതയിൽ വരെ ആഞ്ഞടിക്കുമെന്നുമുള്ള ഒരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളികൾക്കടക്കം കർശനമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തിരുവനന്തപുരത്തിന്റെ മലയോര മേഖലകളിലും യാത്രകൾ പരമാവധി ഒഴിവാക്കണം, അതായത് പൂർണ്ണമായി നിരോധിച്ച ഒരു മട്ടാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, മലയോര മേഖലകളെ അടക്കം പൂർണ്ണമായി ജാഗ്രത പാലിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. ഏത് അടിയന്തര സാഹചര്യം വന്നാലും അത് നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ കളക്ടറേറ്റിലടക്കം സജ്ജമാണ്. ജില്ലാ കളക്ടർ അതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരുടെ യോഗമൊക്കെ കഴിഞ്ഞ ദിവസം അടിയന്തരമായി തന്നെ ചേർന്നിരുന്നു. നഗരസഭയുടെ നേതൃത്വത്തിലും സമാനമായ തരത്തിൽ ഏതെങ്കിലും വിധേന ക്യാമ്പുകൾ തുറക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അതിനുവേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട്. കൺട്രോൾ റൂമുകൾ സജ്ജമാണ്. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ പൂർണ്ണമായി ഒഴിവാക്കണമെന്നുള്ളൊരു നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന്, ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പമാണ് കടലാക്രമണ സാധ്യതയും ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയും ഉള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്ന കർശനമായ നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടത്തിന്റെയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് തലസ്ഥാന ജില്ലയിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരത്തെ സാഹചര്യമാണ് ഡാൻ കുര്യൻ പങ്കുവച്ചത്. ഇനി എറണാകുളത്തേക്ക് പോയാൽ എറണാകുളം വള്ളിക്കട മൂവാറ്റുപുഴയാറിൽ ഒഴുക്കിൽപ്പെട്ട ഒരാളെ കാണാതായി. ഇന്നലെ രാത്രിയാണ് അപകടം. വള്ളിക്കട സ്വദേശി ജോബിനെയാണ് കാണാതായത്. ഇയാൾക്കായി തെരച്ചിൽ തുടരുകയാണ്. ഡാനി ഇപ്പോൾ ഉണ്ട് വിവരങ്ങളുമായി. ഡാനി, എങ്ങനെയാണ് എറണാകുളത്തിന്റെ മുഴുവനുള്ള ഒരു സാഹചര്യം നോക്കിയാൽ കാലാവസ്ഥയുടെ ഇപ്പോഴത്തെ അവസ്ഥ? മാത്രമല്ല, ഈ കാണാതായ ആൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണല്ലേ? ഡാനി പോളാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഡാനിയിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. എന്തായാലും എറണാകുളം ജില്ലയിലും റെഡ് അലർട്ട് മുന്നറിയിപ്പാണ് ഉള്ളത്. അവിടെ മഴ ശക്തമായി തന്നെ തുടരുന്ന സാഹചര്യമാണ്. മഴക്കെടുതികൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഡാനി പോൾ ചേരുന്നു ഒരിക്കൽ കൂടി. ഡാനി, തുടരാം. ജില്ലയുടെ പല ഭാഗങ്ങളിലും ശക്തമായ മഴയാണ് ലഭിക്കുന്നത്. എല്ലായിടത്തും തന്നെ മുന്നറിയിപ്പ് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പെരിയാറിനോട് തീരത്ത്, മറ്റ് നദികളോട് തീരത്ത് താമസിക്കുന്നവർ, അതോടൊപ്പം തന്നെ മലയോര മേഖലയിൽ താമസിക്കുന്നവർ, ഇവിടങ്ങളിലെല്ലാം തന്നെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. പെരിയാറിൻ്റെ തീരത്തുള്ളവർക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന ഭൂതത്താൻ അണക്കെട്ടിൻ്റെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മലങ്കര ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വെള്ളം ഇതിലേക്ക് പെരിയാറിലേക്ക് വരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഒപ്പം ശക്തമായ മഴയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഇരു കരകളിലുമുള്ളവർ തന്നെ ജാഗ്രതയോടുകൂടി പോകണം എന്ന രീതിയിൽ ആണ് അറിയിപ്പ് നൽകിയിരിക്കുന്നത്. വെള്ളം ഉയരാനുള്ള സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം തന്നെയും ദുരിതാശ്വാസ ക്യാമ്പുകൾ വേണ്ടി വന്നാൽ തുറക്കാനുള്ള അടിയന്തര നിർദ്ദേശം തദ്ദേശ സ്ഥാപനങ്ങൾ നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ വിവിധ താലൂക്കുകളെ, എറണാകുളം ജില്ലയിലെ വിവിധ താലൂക്കുകളെ ഏതാണ്ട് 30ഓളം വീടുകൾക്ക് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മരങ്ങൾ വീണാണ് പലയിടത്തും വീടുകൾ തകർന്നിട്ടുള്ളത്. ഭാഗികമായ കേടുപാടുകളാണ് സംഭവിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെയാണ് ഈ മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലിനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി മഴ പെയ്യുകയാണ്. പ്രത്യേകിച്ച് മലയോര മേഖലകൾ എന്ന് പറയുമ്പോൾ കോതമംഗലവും മൂവാറ്റുപുഴയും പിറവും ഉൾപ്പെടുന്ന ഈ മേഖലകളിലെല്ലാം തന്നെയും
ജാഗ്രതാ നിർദ്ദേശം വന്നിട്ടുണ്ട്. അവിടങ്ങളിൽ കരുതലോടുകൂടിയായിരിക്കണം. പ്രത്യേകിച്ച് ഈ കുന്നിൻ ചെരുവുകളും എല്ലാം തന്നെ വീടുകൾ താമസിക്കുന്നവർ ഇവിടങ്ങളിലെല്ലാം തന്നെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ അത് നേരത്തെ തന്നെ അടയാളപ്പെടുത്തിയതാണ്. അവിടങ്ങളിലെല്ലാം തന്നെ ഒരു ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണമെന്ന നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. നഗരത്തിൽ ഇതുവരെയും കാര്യമായ രീതിയിലുള്ളൊരു വെള്ളക്കെട്ടോ കാര്യങ്ങളൊന്നും തന്നെ രൂപപ്പെട്ടിട്ടില്ല. ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഒരു വെള്ളക്കെട്ട് ഉണ്ടാകുക, ഒപ്പം തന്നെ വലിയ രീതിയിലുള്ളൊരു ഗതാഗത കുരുക്കിലേക്ക് പോകുക, ഇതെല്ലാമാണ് സാധാരണഗതിയിൽ കൊച്ചി നഗരത്തിലെ പലപ്പോഴായി കാണുന്നത്. പക്ഷേ അത്തരമൊരു സ്ഥിതിവിശേഷത്തിലേക്ക് നഗരത്തിലേക്ക് വന്നിട്ടില്ല. പലപ്പോഴും ഇടവിട്ടുള്ള ഒരു മഴ ആയതുകൊണ്ട് അങ്ങനെയൊരു സഹായം വലിയ രീതിയിലുള്ളൊരു വെള്ളക്കെട്ടുണ്ടാകുന്നില്ല. പശ്ചിമ കൊച്ചി ഉൾപ്പെടെയുള്ള എറണാകുളം ജില്ലയുടെ തീരമേഖലകളിലേക്ക് വരികയാണെങ്കിൽ ശക്തമായ കടലാക്രമണം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്നു. അതും ഇപ്പോഴും തന്നെ തുടരുന്നു എന്നതാണ്. വെള്ളക്കെട്ട് കണ്ട ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. കളമശ്ശേരിയിൽ കാർ അപകടം ഉണ്ടായിട്ടുണ്ട്. കാർ തലകീഴായി മറിയുകയായിരുന്നു. ബ്രേക്ക് സംവിധാനം പ്രവർത്തിക്കാത്തതുകൊണ്ട് ഈ രീതിയിലുള്ളതാണ് ജില്ലയെ കടന്നു പോകുന്നത്. ആര്യ, ശരി. ഡാനിപ്പോളാണ് എറണാകുളത്തെ സ്ഥിതിഗതികൾ പങ്കുവച്ചത്. പത്തനംതിട്ടയിലേക്ക് പോകാം. ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, എന്താണ് പത്തനംതിട്ടയിലെ നിലവിലത്തെ സാഹചര്യം? പത്തനംതിട്ട ജില്ലയിലും മഴ ഇപ്പോൾ ശക്തമായി തുടരുന്നുണ്ട്. പല മേഖലകളിലും മഴ ലഭിക്കുന്നു എന്നുള്ളതാണ് വിവരം നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും നദികളുടെ ജലനിരപ്പം നേരിയ തോതിൽ പമ്പ, അച്ചൻകോവിൽ, മണിമല നദികളുടെ ജലനിരപ്പം നേരിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. പക്ഷെ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ നിലവിലില്ല. കഴിഞ്ഞ 2 ദിവസങ്ങളായി തുടർച്ചയായി പെയ്യുന്ന മഴയുടെ സാഹചര്യത്തിൽ ഇന്ന് റെഡ് അലർട്ട് കൂടിയാണ് ജില്ലയിൽ ഉള്ളത്. എന്തായാലും മലയോര മേഖലയിലേക്കുള്ള യാത്രകൾക്കൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോറികളുടെ പ്രവർത്തനം അടക്കം നിർത്തിവെച്ചുകൊണ്ട് മണ്ണിടിച്ചിലുള്ള മേഖലകളാണ് പൂർണ്ണമായും ഈ പ്രദേശങ്ങളുള്ള മലയോര മേഖലയാണ്. ഈ സീതത്തോട്, ആങ്ങമ്പൊഴി, ചിറ്റാർ തുടങ്ങിയ മേഖലകൾ, അതുപോലെ കൊക്കാത്തോട്, തണ്ടിത്തോട് മേഖലകളെല്ലാം മലയോര മേഖലയാണ്. അവിടെ സാധാരണഗതിയിൽ തുടർച്ചയായി തീവ്ര മഴ പെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ മണ്ണിടിച്ചിലിനോ ഉരുൾപൊട്ടലിനോ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത്തരം മേഖലകളിൽ താമസിക്കുന്ന ആളുകൾക്കാണ് ജില്ലാ ഭരണകൂടം ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, ഒരു ജാഗ്രത നൽകിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും മഴ തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ ആശങ്കപ്പെട്ട സാഹചര്യം ജില്ലയിൽ ഇതുവരെ ഇല്ല. ഇടവിട്ടാണ് മഴ പെയ്യുന്നത്. ഓക്കെ, ശശിനാരായണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പത്തനംതിട്ടയിൽ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യമാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നും തന്നെയും ഇല്ല. കാസർഗോഡേക്ക് പോകാം. KV ബൈജു ഉണ്ട്. കാസർഗോഡ് ബൈജു, മഴ അതിശക്തമാണ്. അവിടെ റെഡ് അലർട്ടാണ്. കാറ്റിൽ വ്യാപക നാശനഷ്ടം ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം കൂടി ഉണ്ടല്ലേ? തീർച്ചയായും കഴിഞ്ഞ 3 ദിവസങ്ങളിൽ തുടർച്ചയായി പെയ്യുന്ന മഴയിൽ മിക്കയിടങ്ങളിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് പുഴകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പുഴയോരങ്ങളിൽ ഉള്ളവർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാലും ശക്തമായ കാറ്റാണ് കഴിഞ്ഞ സമയങ്ങളിലൊക്കെ അനുഭവപ്പെട്ടത്. ഇടവിട്ട് പെയ്യുന്ന മഴ അതിനോടൊപ്പം ശക്തമായ കാറ്റും വീശിയടിക്കുന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. തീരപ്രദേശങ്ങളിലും മലയോര മേഖലകളിലും ഒരുപോലെ ജാഗ്രത പുലർത്താൻ ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏതായാലും ദുരിതാശ്വാസ ക്യാമ്പുകൾ നിലവിൽ ആരും മാറിയിട്ടില്ല. ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ആരും തന്നെ മാറിയിട്ടില്ല. മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്. മലയോര മേഖലകളിൽ രാത്രികാല യാത്ര നിയന്ത്രണമുണ്ട്. അതുപോലെ തന്നെ വിനോദസഞ്ചാര മേഖല പൂർണ്ണമായും നിശ്ചലമായിരിക്കുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ഈ വിനോദസഞ്ചാര മേഖല അത്രത്തോളം വലിയ തോതിലുള്ള അപകട സാധ്യത ഈ തീരപ്രദേശങ്ങളിലൊക്കെ ഉള്ളതുകൊണ്ടാണ് പള്ളിക്കര ബീച്ച്, ഒപ്പം കാഞ്ഞങ്ങാട് കൈറ്റ് പാർക്ക് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം നിയന്ത്രണമുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിലും ശക്തമായ മഴയുണ്ടാവും. കർണാടകയുടെ ദക്ഷിണ കന്നഡ ഭാഗങ്ങളിലും ശക്തമായ മഴയാണ് ഇന്ന് രാവിലെ മുതൽ പെയ്തു പോകുന്നത്. ഏതായാലും ഈ ദേശീയപാത വഴിയുള്ള യാത്രയാണ് അതീവ പ്രശ്നങ്ങളുള്ളത്. ഇവിടെ വീരമലക്കുന്ന് ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി കാലത്ത് ഈ പ്രദേശത്ത് ലൈറ്റുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം 52 ഇടങ്ങളിലാണ് അപകട സാധ്യതയുള്ളത് ദേശീയപാതയിൽ. അതുകൊണ്ട് തന്നെ ഏറെ ജാഗ്രതയിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടവും ഉള്ളത്. ശരി, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കാസർകോട്ടെ സാഹചര്യം അതാണ്. ഇടുക്കി ലോവർ പെരിയാർ ഡാമിന്റെ ഒരു ഷട്ടർ തുറന്നു. കല്ലാർകുട്ടി ഡാമിന്റെ എല്ലാ ഷട്ടറുകളും തുറന്നതോടെ പെരിയാറിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിലാണ് ലോവർ പെരിയാറിലും ഷട്ടർ തുറന്നത്. ഇടുക്കി ജില്ലാ ആസ്ഥാനത്തുൾപ്പെടെ മലയോര മേഖലയിൽ കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. കോഴിക്കോടേക്ക് പോയാൽ കോഴിക്കോട് മുക്കത്ത് മഴയിൽ വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാമ്പറ്റ പ്രതീക്ഷ സ്കൂളിന് സമീപമുള്ള റോഡരികിലെ വൻ മരം കടപുഴകി. നിർത്തിയിട്ടിരുന്ന ലോറിക്ക് കേടുപാടുകൾ സംഭവിച്ചു. വൈദ്യുതി ലൈനുകൾ തകർന്നു.
കോട്ടയത്തേക്ക് പോകാം. ജി ശ്രീജിത്ത് ഉണ്ട്. ശ്രീജിത്ത്, എന്താണ് കോട്ടയത്തെ നിലവിലത്തെ സാഹചര്യം? കനത്ത മഴ തന്നെ കോട്ടയത്തുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. പ്രത്യേകിച്ച് എല്ലായിടങ്ങളിലും, അതായത് രാവിലെയൊക്കെ മലയോര മേഖലയിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് നഗരപ്രദേശങ്ങളിൽ, ഈ പടിഞ്ഞാറൻ മേഖലയിൽ കോട്ടയം അടക്കമുള്ള മേഖലകളിലും അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. ഈ തീക്കോയി മേഖലകളിൽ, ഈരാറ്റുപേട്ടയുടെ കിഴക്കൻ പ്രദേശമായ തീക്കോയി, വാഗമണിന്റെ താഴ്വാരം, ആ പ്രദേശത്തൊക്കെയും അതിശക്തമായ മഴയുണ്ട്. അതുകൊണ്ട് തന്നെ മീനച്ചിലാറ്റിൽ അതിശക്ത രീതിയിൽ വളരെ വേഗത്തിൽ തന്നെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ താഴ്ന്ന പ്രദേശങ്ങൾ വൈകാതെ കരകയറാനുള്ള ഒരു സാധ്യത തന്നെയാണ്. ചിലയിടങ്ങളിലെങ്കിലും വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. ഈ വനത്തിനുള്ളിൽ അത്തരം മേഖലകളിൽ ചിലയിടങ്ങളിൽ ഉരുൾപൊട്ടൽ സാഹചര്യം ഉള്ളതുപോലെ, അതായത് ഈ ജനവാസ മേഖലയല്ല, അതല്ലാതുള്ള മേഖലകളിൽ ഉരുൾപൊട്ടിയിട്ടുണ്ട് എന്ന സംശയം ജനങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ വെള്ളം കയറുന്നതെന്ന് പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ ജില്ലാ ഭരണകൂടം അത്തരം ഉരുൾപൊട്ടലൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. ഈ ശക്തമായ മഴ തുടരുന്നത് വലിയൊരു ആശങ്ക തന്നെയാണ്. പ്രത്യേകിച്ച് മലയോര മേഖല നിരവധി ഉള്ളതാണ്. മീനച്ചിലാറും മണിമലയാറും ഏത് നിമിഷവും കര കവിഞ്ഞ് ഒഴിയാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ മഴയ്ക്ക് പുറമെ അതിശക്തമായ കാറ്റുണ്ട് എന്നുള്ളതാണ് ഒരു വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ പലയിടത്തും മരം കടപുഴകി വീഴുന്ന സാഹചര്യം ഉണ്ട്. ഇന്നലെ രാത്രി തന്നെ കോട്ടയം നഗരത്തോട് ചേർന്ന പനമ്പാലത്ത് ഇങ്ങനെ ഒരു വീടിന് മുകളിലേക്ക് മരം വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അതിശക്തമായ മഴ, റെഡ് അലർട്ടാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂർണ്ണമായും അവധിയാണ്. അതിന്റെ ഒരു നിലയിൽ തന്നെ അതിശക്തമായ റെഡ് അലർട്ട് എന്നത് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ തന്നെയുള്ള മഴ തന്നെയാണ് തുടരുന്നത്. ശരി, ജി ശ്രീജിത്താണ് കോട്ടയത്തെ സാഹചര്യം പങ്കുവച്ചത്. പാലക്കാട് മണ്ണാർക്കാട് കുന്തിപ്പുഴയിൽ ഒരാളെ കാണാതായി. ചളവറ കൈലിയാട് സ്വദേശി മുബീനെയാണ് കാണാതായത്. പ്രദേശത്ത് ശക്തമായ മഴയാണ്. പുഴയിൽ ശക്തമായ ഒഴുക്കുണ്ടായിരുന്നു. അതിനിടെ പട്ടാമ്പി കൊടുമുണ്ട തീരദേശം റോഡിൽ കല്ലറപ്പുള്ളിക്ക് സമീപം മരക്കൊമ്പ് ഇലക്ട്രിക് ലൈനിലേക്ക് പൊട്ടി വീണു. ഇതുവഴിയുള്ള ഗതാഗതവും പൂർണ്ണമായും സ്തംഭിച്ചു. അതാണ് സംസ്ഥാനത്തെ മുഴുവനായുള്ള ഒരു മഴ സാഹചര്യം. എല്ലായിടത്തും ശക്തമായ മഴ തുടരുകയാണ്. 11 ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് മുന്നറിയിപ്പുള്ളത്. ബാക്കി 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുമാണുള്ളത്. കനത്ത മഴയിൽ സംസ്ഥാനത്ത് ട്രെയിൻ ഗതാഗതത്തെയും ഇത് ബാധിച്ചിട്ടുണ്ട്. നിരവധി ട്രെയിനുകൾ വൈകിയാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. പലയിടങ്ങളിലും ട്രാക്കിലടക്കം മരം വീണത് ഗതാഗതത്തെ ബാധിച്ചു. കോഴിക്കോട് വടകര മടപ്പള്ളിയിൽ റെയിൽവേ ട്രാക്കിൽ മരം വീണു. മരം വെട്ടിമാറ്റി. കോഴിക്കോട് കണ്ണൂർ റൂട്ടിൽ ട്രെയിനുകൾ വൈകിയാണ് സർവീസ് നടത്തുന്നത്. തൃശൂർ ഗുരുവായൂർ പാതയിലും മരം വീണ് ട്രെയിൻ ഗതാഗതം മുടങ്ങിയിട്ടുണ്ട്. രാജ്യറാണി എക്സ്പ്രസ് 5 മണിക്കൂറും മലബാർ എക്സ്പ്രസ് 2 മണിക്കൂറും വൈകിയാണ് സർവീസ് നടത്തുന്നത്. ചെന്നൈ ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റ് 1 മണിക്കൂർ, ഗുരുവായൂർ എറണാകുളം എക്സ്പ്രസ് 46 മിനിറ്റും, മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് 3.25 മണിക്കൂറും വൈകിയാണ് ഓടുന്നത്. എറണാകുളം ജംഗ്ഷൻ വീക്ക്ലി സൂപ്പർ ഫാസ്റ്റ് 3.5 മണിക്കൂറും, തിരുനെൽവേലി എക്സ്പ്രസ് 2 മണിക്കൂറും വൈകുന്നു. ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് 2.25 മണിക്കൂറും, ദുരന്തോ 1.25 മണിക്കൂറും, നേത്രാവതി 4 മണിക്കൂറുമാണ് വൈകി ഓടുന്നത്. അപ്പോൾ 9 മണി വാർത്തകളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളും ന്യൂസ് ട്രെൻഡ്സിൽ കാണാം. അപർണ കുറുപ്പ് ചേരും. നമസ്കാരം.